സംഭവം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടേതാണ്. നെതന്യാഹുവിനെ നവനാസി എന്നാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വിശേഷിപ്പിച്ചത്. മാത്രവുമല്ല, ഒരു നിമിഷം പോലും ഈ വംശനാശ പദ്ധതിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പെട്രോ തറപ്പിച്ച് പറഞ്ഞത് നെതന്യാഹുവിന് മാത്രമല്ല അമേരിക്കക്കും കൊണ്ടു എന്നുള്ളതാണ്. കൊളംബിയ അമേരിക്കൻ അയൽരാജ്യം എന്നതിനപ്പുറം അമേരിക്കൻ സൈനിക സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കിയിരുന്നൊരു രാജ്യം കൂടിയാണ്. കൊളംബിയയിലെ ലഹരി മാഫിയയെ അമർച്ച ചെയ്യാൻ അമേരിക്ക വൻതോതിൽ ഫണ്ട് ഒഴുക്കുന്നതും ചർച്ചയാകുമ്പോഴാണ് അമേരിക്കൻ താല്പര്യത്തിനെതിരെ കൂടി പെട്രോ തുറന്നടിച്ചത്. അമേരിക്കയും നാറ്റോയും ലോകത്തെ നശിപ്പിക്കുന്നു എന്നും ലോകക്രമത്തെ കൂടി അവർ ചിത്രപ്പെടുത്തുകയാണെന്നും ലോക സമാധാനത്തിന് ഇവർ ഭീഷണിയായി ജനാധിപത്യ ക്രമങ്ങൾ അട്ടിമറിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതോടെ അമേരിക്കക്ക് കിട്ടിയത് ഇരട്ടി പ്രഹരമായി മാറി. പെട്രോയുടെ പ്രസംഗം കഴിഞ്ഞ ഉടൻ ബ്രസീൽ പ്രസിഡന്റ് സിൽവ പെട്രോയുടെ മുതുകിൽ ഉമ്മ വെക്കുന്നത് കൂടി കാണാമായിരുന്നു. ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിനെത്തിയ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ തന്റെ ഐക്യരാഷ്ട്രസഭയിലെ സമ്മേളനം കഴിഞ്ഞ ശേഷം ന്യൂയോർക്കിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ താൻ എന്താണോ ബാക്കി വെച്ചിരുന്നത് അക്കാര്യങ്ങൾ അമേരിക്കയുടെ തെരുവിൽ സമരക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഇതിൽ നെതന്യാഹുവിനെയും അമേരിക്കയെയും അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നുണ്ട്. ട്രംപിനെ അമേരിക്ക പുറത്താക്കണമെന്ന് വരെ കൊളംബിയൻ പ്രസിഡന്റ് വിമർശിച്ച് സംസാരിച്ചു. അമേരിക്കയുടെ വിദേശ നയങ്ങൾ തെറ്റാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതേ തുടർന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആക്രമണത്തിന് നേതൃത്വം അല്ലെങ്കിൽ പ്രേരണ നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന കാരണം വ്യക്തമാക്കി പെട്രോയുടെ വിസ റദ്ദാക്കാൻ പോവുകയാണ് അമേരിക്ക. അദ്ദേഹത്തെ പുറത്താക്കുമോ, ഇനി അതല്ല അദ്ദേഹത്തോട് വിസ കാലാവധി അവസാനിച്ചു എന്ന് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുമോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ന്യൂയോർക്ക് നൽകിയിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു തരത്തിലേക്കുള്ള ഒരു നീക്കത്തിന് ആലോചിക്കുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പെട്രോയുടെ അശ്രദ്ധയും വിദ്വേഷജനകവുമായ പ്രവർത്തികൾ കാരണം ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിസ റദ്ദാക്കും എന്നാണ് വെള്ളിയാഴ്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടിലുള്ളത്. കൊളംബിയൻ പ്രസിഡന്റ് ഒരു ന്യൂയോർക്ക് സിറ്റി തെരുവിൽ നിന്നുകൊണ്ട് US സൈനികരോട് ഉത്തരവുകൾ അനുസരിക്കാതിരിക്കാനും ആക്രമണത്തിന് പ്രേരിപ്പിക്കുവാനും ആവശ്യപ്പെട്ടു എന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശക്തമായ പ്രതികരണം തന്നെയാണ് പെട്രോ അമേരിക്കയിൽ നടത്തിയിട്ടുള്ളത്. ട്രംപിന്റെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കുക എന്നതാണ് മനുഷ്യത്വം, മനുഷ്യത്വത്തിന്റെ ആജ്ഞകൾ അനുസരിക്കുക എന്നും ഹിറ്റ്ലറിനെതിരെ പോരാടി യൂറോപ്പിലെ വയലുകളിൽ മരിച്ച ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ശവകുടീരങ്ങൾക്ക് മുന്നിൽ ഒരു ക്രിസ്ത്യാനിയായി ഞാൻ മുട്ടുകുത്തുന്നു, ഇന്നത്തെ നാവികരുടെയും സൈനികരുടെയും മുത്തശ്ശിമാരും അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം അങ്ങനെ തുടർന്നു കൊണ്ടുപോയത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമി ഒരു മാതൃക അത് സംബന്ധിച്ച് കാണിക്കണം, അവർ ലോകമെമ്പാടുമുള്ള ജനങ്ങളുമായി ഒരു വലിയ സഖ്യത്തിലാണ് എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ പലതരത്തിലുള്ള ഭാഗങ്ങൾ. ഗാസയിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും നേരെ മിസൈലുകൾ തൊടുക്കാൻ അനുവദിക്കുന്നു അമേരിക്ക എന്നും ഇത് വംശഹത്യയിൽ പങ്കാളിയാകുന്നു എന്നുമൊക്കെ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് പെട്രോ പറയുന്നുണ്ട്. ഏതായാലും കൊളംബിയയും അമേരിക്കയും ലഹരിക്കടത്തിന്റെ പേരിൽ പരസ്പരം കൊമ്പ് കോർക്കുന്നതിനിടെയാണ് അമേരിക്കൻ മണ്ണിൽ നിന്നും അമേരിക്കക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പെട്രോ ആഞ്ഞടിക്കുന്നത്. ആടിയുലയുന്ന കൊളംബിയ അമേരിക്ക ബന്ധത്തിൽ ഇത് തീവ്രതക്ക് വഴിവെച്ചേക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ അനുരണനം ഭാവിയിൽ കാണുകയും ചെയ്തേക്കാം.